വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 1912 ഏപ്രിൽ 14, 1912 ഏപ്രിൽ മാസം 14 തീയതി ഏപ്രിൽ മാസം 14 യാത്ര 1500ഓളം യാത്രക്കാരുമായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആണ്ടുപോയതാണ് നമ്മുടെ ടൈറ്റാനിക് കപ്പൽ എന്ന് നമുക്കറിയാം അല്ലെ. ആ കപ്പലിൽ നിന്ന് ലഭിച്ച ഒരു വസ്തുവിന് അടുത്തിടെ ലണ്ടനിൽ നടത്തിയ ലേലത്തില് 17.8 ലക്ഷം പൗണ്ട് ലഭിച്ചു എന്നാ പറയണം. ആ കപ്പലിൽ നിന്ന്, ആ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് എന്ത് ലഭിക്കുകയാണ്? ഒരു വസ്തു ലഭിക്കുകയാണ്. ആ വസ്തുവിന്റെ ലേലം നടക്കുകയാണ്. ആ ലേലത്തില് എന്താണ്? ലേലം ലണ്ടനിലാണ് ലേലം നടന്ന്. ലേലത്തില് എന്താണ്? 17.8 ലക്ഷം പൗണ്ടിനാണ് ആ സംഭവം വിറ്റുപോയെന്ന്. അപ്പോ എന്താണ് ആ സാധനം? വിറ്റുപോയ സാധനം എന്താണെന്നാണ് ചോദിക്കുന്നത്. സ്വർണ്ണ പോക്കറ്റ് വാച്ചാണ്. എന്താണ്? സ്വർണ്ണ പോക്കറ്റ് വാച്ച് കേട്ടോ. ഒരു സ്വർണ്ണ പോക്കറ്റ് വാച്ചാണ്. അതിന് 17.8 ലക്ഷം പൗണ്ടിനാണ് അത് വിറ്റത്. അപ്പൊ എന്താണ് ചോദ്യം? 1912 ഏപ്രിൽ മാസം 14 1500 യാത്രക്കാരുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആണ്ടുപോയ ടൈറ്റാനിക് കപ്പലിൽ നിന്ന് ലഭിച്ച ഒരു വസ്തുവിന് അടുത്തിടെ ലണ്ടനിൽ നടത്തിയ ലേലത്തിൽ 17.8 ലക്ഷം പൗണ്ട് ലഭിക്കുകയാണ് ലേലം. ആ ലേല വസ്തു ഏതാന്നാ ചോദിച്ചത്? സ്വർണ്ണ പോക്കറ്റ് വാച്ചാണ്. ഇനി അടുത്തത് 2025 നവംബർ മാസത്തില് 2025 നവംബർ മാസത്തില് ഏത് കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നതിൽ നിന്നാണ് കേന്ദ്ര സർക്കാർ പിന്മാറിയത്? അതായത് സംസ്ഥാനം ഏതാണ്? അല്ല, സോറി, കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് ആണ്. കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ചണ്ഡീഗഡ് ആണ്. അപ്പൊ ചോദ്യം ഇതാണ്: 2025 നവംബർ മാസത്തിലെ ഒരു കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറി. അത് ഏതാണ് കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാൽ ചണ്ഡീഗഡ് ആണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഇനി രണ്ടാം ലോക മഹായുദ്ധ കാലത്ത്, അതായത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത്, രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നാസി അധിനിവേശത്തിനെതിരെ ഫ്രാൻസ് നടത്തിയ ചെറുത്തുനിൽപ്പിൽ വഹിച്ച പങ്ക് പരിഗണിച്ചുകൊണ്ട് മൈസൂരിലെ ടിപ്പു സുൽത്താന്റെ പരമ്പരയിൽപ്പെട്ട ഒരു വനിതയ്ക്ക് ഫ്രാൻസ് അടുത്തിടെ അവരുടെ എന്താ പറയുന്നത്, തപാൽ മുദ്രയിൽ അവരുടെ ഫോട്ടോ പതിച്ച് അവരെ ആദരിച്ചു. ഏതാണ് ആ വനിത എന്നാണ് ചോദ്യം. നൂർ ഇനായത്ത് ഖാൻ. അവരുടെ പേരെന്താണ്? നൂർ കേട്ടോ. നൂർ ഇനായത്ത് ഖാൻ എന്നാണ് പേര്. നൂർ ഇനായത്ത് ഖാൻ. അപ്പൊ എന്താ നമ്മൾ പറയണേ? രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ നാസി അധിനിവേശത്തിനെതിരെ ഫ്രാൻസ് നടത്തിയ ചെറുത്തുനിൽപ്പിൽ വഹിച്ച പങ്ക് പരിഗണിച്ചുകൊണ്ട് മൈസൂരിലെ ടിപ്പു സുൽത്താന്റെ പരമ്പരയിൽപ്പെട്ട ഒരു വനിതയെ ഫ്രാൻസ് അടുത്തിടെ തപാൽ മുദ്രയിലൂടെ ആദരിച്ചു. അവരുടെ പേര് നൂർ ഇനായത്ത് ഖാൻ എന്നാണ്. എന്താണ്? നൂർ ഇനായത്ത് ഖാൻ. 1912 ഏപ്രിൽ മാസം 14 1500 യാത്രക്കാരുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആണ്ടുപോയ ടൈറ്റാനിക് കപ്പലിൽ നിന്ന് ലഭിച്ച ഒരു വസ്തുവിന് അടുത്തിടെ ലണ്ടനിൽ നടത്തിയ ലേലത്തിൽ 17.8 ലക്ഷം പൗണ്ട് ലഭിച്ചു. ലേലവസ്തു ഏതാണ്? സ്വർണ്ണ പോക്കറ്റ് വാച്ച് ആണ്. 2025 നവംബറിൽ ഏത് കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നതിൽ നിന്നാണ് കേന്ദ്ര സർക്കാർ പിന്മാറിയത്? ചണ്ഡീഗഡ് ആണ്. ഇനി അടുത്തത്, കേന്ദ്ര സർക്കാർ തൊഴിൽ ചട്ടങ്ങൾ കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പേപ്പറിൽ കണ്ടു. അപ്പൊ കേന്ദ്ര സർക്കാർ എത്ര തൊഴിൽ ചട്ടങ്ങളാണ് തൊഴിൽ ചട്ടങ്ങളുടെ ഇംഗ്ലീഷ് എന്താ നമ്മൾ പറയാ? ലേബർ കോഡ് എന്ന് പറയാ അല്ലെ. നവംബർ 21 പ്രാബല്യത്തിൽ വരുത്തിയത്. ഇപ്പൊ കേന്ദ്ര സർക്കാർ 4 ലേബർ കോഡുകൾ അഥവാ തൊഴിൽ ചട്ടങ്ങളാണ് നവംബർ 21 പ്രാബല്യത്തിൽ വരുത്തുന്നത്. അപ്പൊ കേന്ദ്ര സർക്കാർ 4 തൊഴിൽ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയത് നവംബർ 21. എത്ര തൊഴിൽ ചട്ടങ്ങൾക്കാണ്? 4 തൊഴിൽ ചട്ടങ്ങൾക്കാണ്. ഇനി കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ്
ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യ വിജയിച്ചു എന്ന് നമുക്കറിയാം അല്ലെ. ഇന്ത്യ വിജയിച്ചു. ഇതില് ഇന്ത്യ വിജയിച്ചതില് മത്സരം നടന്നത് എവിടെയാണ്? മത്സരം നടന്നത് എവിടെയാണ്? കൊളംബോയിലാണ്, ശ്രീലങ്കയിലെ കൊളംബോയിലാണ്. അപ്പൊ വേണമെങ്കിൽ ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കാം. ആരെയാണ് ഇവർ തോൽപ്പിച്ചത്? നേപ്പാളിനെയാണ്. ഇന്ത്യ വിജയിച്ചു, നേപ്പാളിനെ തോൽപ്പിച്ചു, കൊളംബോയിൽ കളി നടന്നു. അപ്പൊ കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ ട്വന്റി ക്രിക്കറ്റ് ഇന്ത്യ വിജയിച്ചു, നേപ്പാളിനെ തോൽപ്പിച്ചു, കൊളംബോയിൽ കളി നടന്നു. കേന്ദ്ര സർക്കാർ നവംബർ 21 2025 നവംബർ 21 4 ലേബർ കോഡുകൾ അഥവാ തൊഴിൽ ചട്ടങ്ങൾ കൊണ്ടുവന്നു. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? കെ ജയകുമാർ ആണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? കെ ജയകുമാർ ആണ്. ആര് ചുമതലയേറ്റു? കെ ജയകുമാർ ചുമതലയേറ്റു. ഇനി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, പുതിയ ചീഫ് ജസ്റ്റിസ് ആണ് ആരെന്ന് നമുക്കറിയാം. ജസ്റ്റിസ് സൂര്യകാന്ത് അല്ലെ. ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. അപ്പൊ ഈ ജസ്റ്റിസ് സൂര്യകാന്ത് നവംബർ 24 ചുമതലയേറ്റു. എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് ചുമതലയേറ്റത്? 53ാമത്തെ. എത്രാമത്തെയാണ്? 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റത്. ഇനി അടുത്തത് 2025 മിസ് യൂണിവേഴ്സ് ആരാണ്? 2025 മിസ് യൂണിവേഴ്സ് പദവി നേടിയത് ഫാത്തിമ ബോഷ് ആണ്. ആരാണ്? ഫാത്തിമ ബോഷ്. 2025 മിസ് യൂണിവേഴ്സ് 74ാം വിശ്വസുന്ദരി മത്സരത്തിൽ നിന്നാണ് എന്താണ് മെക്സിക്കോ കൂടിയായിട്ടുള്ള ഫാത്തിമ, 25 വയസ്സുള്ള ഫാത്തിമ ബോഷ് എന്ത് നേടിയത്? കിരീടം നേടിയത് എന്ന് ഓർത്തു വെക്കാട്ടോ. ഇനി അടുത്ത ചോദ്യം, 2025 നവംബർ മാസത്തിൽ ദുബായ് എയർ ഷോയിൽ എന്ത് നടക്കാണ്? ദുബായില് എന്ത് നടക്കാണ്? എയർ ഷോ നടക്കാണ്. അപ്പൊ 2025 നവംബറിൽ ദുബായ് എയർ ഷോയിൽ വ്യോമ അഭ്യാസത്തിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് യുദ്ധവിമാനമാണ്? ഒരു യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടു അല്ലെ. ഏത് യുദ്ധവിമാനമാണ് അപകടത്തിൽപ്പെട്ടത്? ദുബായ് എയർ ഷോയിൽ അപകടത്തിൽപ്പെട്ട യുദ്ധവിമാനം ഏതാണ്? എന്താണ് അതിന്റെ പേര്? അതിന്റെ പേര് തേജസ് എന്നാണ്. എന്താണ്? തേജസ് എന്നാണ്. എന്താണ് പേര്? തേജസ്. 2025 നവംബറിൽ നടന്ന ദുബായ് എയർ ഷോയിൽ വ്യോമ അഭ്യാസത്തിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് യുദ്ധ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്? തേജസ് ആണ്. ഇനി അടുത്തത് ഫുട്ബോൾ വേൾഡ് കപ്പ്. ഫുട്ബോൾ വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏതാണ്? ഫുട്ബോൾ വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏതാണ്? കുറസാവോ. ഏതാണ്? കുറസാവോ ആണ് ഫുട്ബോൾ ലോകകപ്പിന് എന്താ പറയുന്നത് യോഗ്യത നേടിയ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏതാണ്? കുറസാവോ ആണ്. ഇനി അടുത്ത ചോദ്യം, കേംബ്രിഡ്ജ് നിഘണ്ടുവിന്റെ 2025 വാക്ക്. കേംബ്രിഡ്ജ് നിഘണ്ടു 2025 വേർഡായിട്ട് തെരഞ്ഞെടുത്തത് ഏതിനെയാണ്? 2025 വേർഡ് അതാണ് പാരാസോഷ്യൽ ആണ്. എന്താണ്? പാരാസോഷ്യൽ. കേംബ്രിഡ്ജ് നിഘണ്ടു 2025 വാക്കായി തെരഞ്ഞെടുത്തത് പാരാസോഷ്യൽ എന്ന് പറയുന്ന വേർഡാണ്. ഇനി അടുത്തത് എന്താ പറയുന്നത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം 2025 നവംബർ 23. വൈക്കം സത്യാഗ്രഹ സമാപനത്തിന്റെ 100ാം വാർഷികം എന്നായിരുന്നു? 2025 നവംബർ 23 നടന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇനി അടുത്തത് 3 ഭൂഖണ്ഡങ്ങളെ കുറിച്ചാ പറയണേ. ആ 3 ഭൂഖണ്ഡങ്ങളിൽ ഒന്ന് ഏഷ്യയാണ്,
അടുത്തത് ദക്ഷിണ അമേരിക്കയാണ്. 3 ഭൂഖണ്ഡങ്ങളാണ്. ദക്ഷിണ അമേരിക്കയാണ്. അടുത്തത് ആഫ്രിക്കയാണ്. അപ്പൊ ഏഷ്യ, ദക്ഷിണ അമേരിക്ക, ആഫ്രിക്ക എന്നീ 3 ഭൂഖണ്ഡങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന കൂട്ടായ്മയുടെ പേര് എന്താണ്? ഇവയെ പ്രതിദാനം ചെയ്യുന്ന കൂട്ടായ്മ 2003 ജൂൺ മാസം ഈ ഒരു കൂട്ടായ്മ ആരംഭിച്ചു. ജൂൺ മാസം 6-ാം തീയതി. ആ കൂട്ടായ്മയുടെ പേര് എന്താണ്? ആ കൂട്ടായ്മയുടെ പേര് ഇപ്സ കൂട്ടായ്മ എന്നാണ്. ഏഷ്യ, ദക്ഷിണാഫ്രിക്ക, എന്താ പറയുന്നത്, സോറി, ഏഷ്യ, ദക്ഷിണ അമേരിക്ക, ആഫ്രിക്ക എന്നീ 3 ഭൂഖണ്ഡങ്ങളുടെ കൂട്ടായ്മ. അതിൽ ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾ ആരൊക്കെയുള്ളത്? ഇന്ത്യ ഉണ്ട്, അതുപോലെ തന്നെ ബ്രസീൽ ഉണ്ട്. ഇന്ത്യ, ബ്രസീൽ, അടുത്തത് ദക്ഷിണാഫ്രിക്ക അല്ലെ. ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക അല്ലെ. ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെട്ട കൂട്ടായ്മയാണ് ഏതെന്ന് പറയുന്നത്? ഇപ്സ എന്ന് പറയുന്നത്. IBSA, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇപ്സ ട്ടോ. അത് ഏഷ്യ, ദക്ഷിണ അമേരിക്ക, ആഫ്രിക്ക എന്ന് പറയുന്ന 3 ഭൂഖണ്ഡങ്ങളുടെ കൂട്ടായ്മയാണെന്ന് ഓർക്കാം. ഇനി അടുത്തത് നമ്മൾ അറിയണ കാര്യമാണ് G20. G20 2025 ഉച്ചകോടി നടന്നത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലെ എവിടെയാണ്? ജോഹന്നാസ്ബർഗിലാണ്. എവിടെ നടന്നു? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് എന്ത് നടന്നത്? 2025 G20 ഉച്ചകോടിയുടെ സമ്മേളനം നടന്നത്. ഇനി അതിന്റെ എന്തായിരുന്നു അതിലെ വിഷയം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളിഡാരിറ്റി വിഷയത്തെ കുറിച്ചാ പറയണേ. സോളിഡാരിറ്റി, ഈക്വാലിറ്റി, സോളിഡാരിറ്റി, ഈക്വാലിറ്റി, സസ്റ്റൈനബിലിറ്റി. എന്താണ്? സസ്റ്റൈനബിലിറ്റി, സസ്റ്റൈനബിലിറ്റി, സോളിഡാരിറ്റി, ഈക്വാലിറ്റി, സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ് എന്ത്? ഇതിന്റെ വിഷയം. 2025 G20 ഉച്ചകോടിയുടെ വിഷയം. ജോഹന്നാസ്ബർഗിലാണ് എന്ത് നടന്നത്? അതിന്റെ ഉച്ചകോടി നടന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നന്നായി പഠിച്ചു പോവുക. ജൂലൈയിലെ എക്സാം ആണ്. അത് എന്താ പറയുക, മുന്നേ കൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതേ ഗൗരവത്തിൽ പഠിക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടീച്ചറുടെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്തോളൂ കേട്ടോ.